സിനിമാ ലോകത്തെ ഞെട്ടിച്ച് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണം. മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ അർദ്ധരാത്രിയാണ് അക്രമികൾ സെയ്ഫ് അലി ഖാനെ കത്തിക്കൊണ്ട് പലവട്ടം കുത്തിയത്. കഴുത്തിനും കൈക്കും പരിക്കേറ്റ താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കസ്റ്റഡിയിലെടുത്ത സെയ്ഫിന്റെ 3 ജീവനക്കാരെയും ചോദ്യം ചെയ്യുകയാണ്. ഭാര്യ കരീന കപൂറിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആക്രമിയുമായി വീട്ടുജോലിക്കാരി തർക്കിക്കുന്നത് കേട്ട് സെയ്ഫ് അലി ഖാൻ എഴുന്നേറ്റ് ചെല്ലുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. പ്രകോപിതനായ ആക്രമി കത്തികൊണ്ട് പലവട്ടം കുത്തി. വീട്ടുജോലിക്കാരിക്കും പരിക്കേറ്റു. പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെട്ടു. സെലിബ്രിറ്റികൾ പലരും താമസിക്കുന്ന ബാന്ദ്രയിലെ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ ഈ വസതിയും. വലിയ ഗേറ്റും അതിലുമൊക്കെ ചാടിക്കടന്ന് കോമ്പൗണ്ടിനകത്ത് അക്രമിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാലും മുന്നോട്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ബയോമെട്രിക് ഗേറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. ഇതാണ് ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ചോരയിൽ കുളിച്ച നടനെ സമീപത്തെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മുറിവുകൾ ആഴത്തിലുള്ളതാണ്. അതിൽ നട്ടലിനോട് ചേർന്ന ഭാഗത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. ക്രൈംബ്രാഞ്ച് സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത്. മോഷണശ്രമമായിരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വസതിയിൽ പരിശോധന നടത്തി. നടന്റെ ജീവനക്കാരായ 3 പേരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായ മൊഴിയെടുത്തു. ആക്രമണം നടക്കുമ്പോൾ ഭാര്യ കരീന സഹോദരിമാരോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.